വസ്തു ദാനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഈ വസ്തുദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അതുപോലെ തന്നെ ചരിത്രപരമായി തന്നെ എല്ലായിടത്തും ലോകത്തെ എല്ലായിടത്തും ഈ ഭക്ഷണ സംവിധാനം ഉള്ളതാണ്. ഇമ്മോബിൾ വസ്തു ആയിക്കോട്ടെ, പോലുള്ള വസ്തു അല്ലാത്ത മുതലുകളോ ദാനം ചെയ്യാവുന്നതാണ്. ഈ ദാനം ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ദാനം ചെയ്യുന്നതോടുകൂടി ആ വസ്തു ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെടുകയാണ്. ഒരു വസ്തു വഖഫ് ചെയ്യുന്നതോടുകൂടി അല്ലാഹു തആലയിലേക്ക് വസ്തു അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് മനുഷ്യന് കൈകാര്യം ചെയ്യേണ്ട സാധ്യതയുണ്ട്. ഒരിക്കലോ അത് തൊടുന്നതിനോ തൻ്റേതാന്ന് പറയുന്നതിനോ സാധ്യമല്ല. അതിൻ്റെ മാനേജർ മാത്രമേ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നോക്കി സംരക്ഷിക്കാൻ മാത്രമേ പ്രൊഫഷണൽ. ഈ ഇത്തരത്തിൽ ചെയ്തൊരു വഖഫ് വസ്തുവിനെ ആർക്കും അധികാരമില്ല എന്ന് ഒറ്റവാക്കി പറയുന്നത് കൂടി അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, മുത്തവല്ലിക്കായിക്കോട്ടെ, വഖഫ് ബോർഡിനായിക്കോട്ടെ, ആർക്കും ഇതിന് അധികാരമില്ല എന്ന് കൃത്യമായി നിയമമുള്ളതാണ്. ഈ നിയമം ഇന്ത്യയിൽ പുതിയതായി വന്നതല്ല. ഓരോ യുഗങ്ങളായി നിലനിൽക്കുന്ന നിയമമാണ്, വ്യവസ്ഥിതിയാണ് വഖഫ് കൊടുക്കുക എന്ന നിയമം. ഇതിന് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ പോലും ഒരുപാട് വഖഫ് ചെയ്ത വസ്തുക്കളുണ്ടായിരുന്നു. ആ വസ്തുക്കളെ നിയമസാധുതീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1913 വഖഫ് സാധുക്കളുടെ നിയമം പാസ്സായി, വഖഫ് റെഗുലേറ്റിംഗ് ആക്ട്. അതിനെ തുടർന്ന് അങ്ങനെ വഖഫുകൾക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോവുകയും 1954 ആദ്യമായി ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ വഖഫിന് വേണ്ടി ഒരു ആക്ട് അതിനെ തുടർന്ന് 1964 69 ഭേദഗതികൾ ഒരു 12 വർഷത്തിനുള്ളിൽ തന്നെ ആവശ്യമായിട്ട് ഒരുപാട് ഭേദഗതികൾ വന്നു. പിന്നീട് 1984 ഒരു ഭേദഗതി വന്നു. ഈ ഭേദഗതികളൊക്കെ തന്നെ വഖഫിന്റെ ലക്ഷ്യം മുന്നോട്ട് പോകുന്നതിന് സഹായകരമായ ഒരു ഭേദഗതികളായിരുന്നു. അത് പൊതു തത്വമാണ്. എന്താണ് ആക്ട്? ആ ആക്ടിന് മുന്നോട്ട് പോകാനുള്ള യാത്രയെ സഹായിക്കുന്നതാണ് സ്വാഭാവികമായും ഒരു നിയമനിർമ്മാണ സഭ ഭേദഗതിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്.